അപ്പോൾ ഒരു ആലിമിനിക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റി എന്താണോ ആ ക്വാളിറ്റി നമുക്കൊക്കെ ഉണ്ടാവണം. ആ നിലക്ക് ആലിമീങ്ങളുടെ സിയ്യ് നമ്മളിൽ ഉണ്ടാവണം. സിയ്യ് വേണ്ടെന്നൊക്കെ പറഞ്ഞ ചില ആളുകളുണ്ട്. മഹാനാവുന്ന യൂസുഫ് അബ്ദുസ്സലാം തങ്ങൾ പറയുന്നുണ്ട്, ഞാനൊരിക്കൽ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ മൂപ്പര് തൈലസാൻ എന്ന് പറഞ്ഞ സാധനം ഇട്ടിട്ടില്ല തലയിൽ. അപ്പൊ തൈലസാന് ഇടാതെ പോയപ്പോൾ ജനങ്ങൾ അംഗീകരിച്ചില്ല എന്നാ. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ ഒരു തകരാറുണ്ട്. മൂപ്പര് പോയി രണ്ടാമത് ആ തൈലസാനൊക്കെ ഇട്ട് വന്നപ്പോൾ അവര് ഞാൻ പറയണത് അനുസരിച്ചു എന്ന്. ആലിമാണെന്ന് മനസ്സിലാക്കണം. ആലിമിനോട് ഫത്വ ചോദിക്കപ്പെടണം. ആലിമിനെ അനുസരിക്കപ്പെടണമെങ്കിൽ ആലിമിന്റെ വേഷം ഉണ്ടാവണം. ആലിമിന് വത്തഖുല്ലാ വയുഅല്ലിമുക്കുമുല്ലാ, തഖ്വയാണ് അടിസ്ഥാനം. ആ തഖ്വനെ അടിസ്ഥാനമായി പഠിക്കുമ്പോഴേ ഇൽമു വർദ്ധിപ്പിക്കുള്ളൂ. ഇൽമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൃദയത്തിലേക്ക് ഇട്ടുതരും. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഹീനെ സ്വീകരിച്ചു. സാധാരണ നമ്മളെ കാതുകൊണ്ടും കണ്ടുകൊണ്ടുമാണോ റസൂൽ വഹീനെ സ്വീകരിച്ചത്? വഹീനെ കേട്ടത് അങ്ങനെയാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ നബിക്ക് ആ മുഖദ്ദസാവുന്ന റൂഹ് കൊണ്ടിട്ടാണ്. അപ്പൊ ആത്മാവ് കൊണ്ട് സ്വീകരിക്കപ്പെടാൻ പറ്റുന്നതായ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അത് അപ്പോഴേ ഇസ്തിഖാമത്ത് ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ഇസ്തിഖാമത്ത് അതിന്റെ പൂർണ്ണ സ്വഭാവത്തിൽ ഉണ്ടാക്കി തീർക്കാൻ നമ്മൾ സാധാരണക്കാർക്ക് കഴിയില്ല. അപ്പൊ നമ്മൾ കഴിയണത്ര ഇസ്തിഖാമത്തിന്റെ മേൽ നിൽക്കാം. പഠിച്ച സ്ഥാപനത്തിനോടും പഠിപ്പിച്ചതായ ഉസ്താദന്മാരോടും നമ്മൾ ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടാവണം. ആ സ്ഥാപനത്തിന്റെ ഗുണത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ഒരു രാജ്യത്ത് ചെന്നാൽ ആ രാജ്യത്തിന്റെ മിടിപ്പനുസരിച്ചുകൊണ്ട് അവിടെ നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കണം. ആ രാജ്യത്തുള്ളതായ ആളുകളിലേക്ക് എന്തെങ്കിലും നമ്മൾ ദീനിയായ സംഗതികൾ അങ്ങനെ തന്നെ എല്ലാം കൂടി അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അങ്ങനെ റസൂൽ പറഞ്ഞത്. അവരോട് ഇന്ന സംഗതി പറഞ്ഞോന്ന് പറഞ്ഞു. അത് പറഞ്ഞു അവർ കേട്ട് പാകപ്പെട്ട് കഴിഞ്ഞാൽ മറ്റത് പറഞ്ഞോന്നാ. എല്ലാം കൂടി ഒറ്റയടിക്ക് ഏൽപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഒരു മഹല്ലത്ത് ചെന്നാൽ ആ മഹല്ലത്തിൽ എങ്ങനെയാണ് നമ്മളവിടെ ചെയ്യേണ്ടത്? മനഃശാസ്ത്രപരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് മനഃശാസ്ത്രപരമായാണ് റസൂൽ ദഅവത്ത് നടത്തിയത്. റസൂലുള്ളാഹിനോട് ഒരാൾ വന്ന് പറഞ്ഞു, നബിയെ തങ്ങളെ കൊണ്ട് വിശ്വസിക്കണം, പക്ഷേ എനിക്ക് നിങ്ങൾ നിരോധിക്കുന്ന പല സംഗതികളും ചെയ്യാൻ എനിക്ക് അതിനെ വഴിപ്പെടാൻ എനിക്ക് കഴിയൂല എന്ന്. നിങ്ങൾ കള്ളുപിടിക്കേണ്ടെന്ന് പറഞ്ഞ് കള്ളുപിടിക്കാതിരിക്കാൻ എനിക്ക് കഴിയൂല, വ്യഭിചരിക്കേണ്ടെന്ന് പറഞ്ഞ് വ്യഭിചരിക്കാതിരിക്കാൻ, ഇങ്ങനെ പലതും നിരോധിക്കപ്പെട്ട പലതും ചെയ്യാതിരിക്കാൻ മൂപ്പർക്ക് കഴിയൂല എന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ പറഞ്ഞു, വിശ്വസിച്ചോ, പക്ഷെ ഒരു കാര്യം നീ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. അത് സ്വീകരിക്കാം. എന്താ ഒരു കാര്യം എന്ന് ചോദിച്ചു. നീ പൊള്ളു അറിയാൻ പാടില്ല. അപ്പൊ ഞാൻ പൊള്ളു അറിയില്ലാതെ നബിയോട് ബയ്യത്ത് ചെയ്ത് അദ്ദേഹം പോയി. പിന്നെ കള്ളുടിക്കാൻ പോയപ്പോൾ അയാൾക്ക് തോന്നി കള്ളുടിച്ചു വീണെന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞാൽ ശിക്ഷ ഏതായാലും ലഭിക്കും, കള്ളു കുടിച്ചിട്ടില്ലാന്ന് പറഞ്ഞാൽ പൊള്ളുവോ. അങ്ങനെ അയാൾ ഓരോ തെറ്റിൽ നിന്നും ആ നിലക്ക് ഒഴിയുന്നു എന്നുള്ളതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കൽപ്പനന്റെ രീതി നോക്ക്. ഇതാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത്. നമ്മളൊക്കെ വിചാരിച്ചത് പുതിയതാരെങ്കിലും ഉണ്ടാക്കിയതാണ്. റസൂലുള്ളാഹി